വർഗീസ് ജോർജിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് തൊട്ടു മുൻപായി ശ്രീ വർഗീസ് കെ ജോർജ്, അങ്ങേക്ക് ഈ ബീഹാർ രാഷ്ട്രീയം നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വേഗം ഒരു 4 രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നടന്ന ഈ തെരഞ്ഞെടുപ്പിലെ ചില നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അങ്ങയുടെ ഒരു അപഗ്രഥനം ആഗ്രഹിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഇവിടെ ശിവദാസൻ ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസ്സിന് ഈ അപ്പർ കാസ്റ്റ് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു BJPയിൽ നിന്ന്. എന്നാൽ അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ വിഭാഗത്തിൻ്റെ വോട്ട് LJPയിലേക്ക് പോയി. അത് കോൺഗ്രസ്സിന് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് തടസ്സമായി എന്നൊരു നിരീക്ഷണമുണ്ട്. ശരിയോ? 2, ഇവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ കാര്യം ഒവൈസിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശിവദാസൻ പറഞ്ഞു. എന്നാൽ JDUവിൻ്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു, RJDയുടെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ, മുസ്ലിങ്ങളുടെ അടക്കമുള്ള ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ തോൽക്കുന്നു. അപ്പോൾ JDUവിന് ഈ പറയുന്ന EBC മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്, ആ ശക്തിയെ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയുന്നു. RJDക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇപ്പോൾ 3 പാർട്ടിയായല്ലോ. ഇനി BJPയുടെ കാര്യം കൂടി. BJPയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഈ അപ്പർ കാസ്റ്റ് ഗ്രൂപ്പുകളുടെ വോട്ട് JDUവിനാണ് പോകേണ്ടിയിരുന്നത്. അതിന് പകരം അത് LJPയിലേക്ക് പോകുന്നു. മറുവശത്ത് JDUവിൻ്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ BJPക്ക് കിട്ടുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണങ്ങൾ ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇതെന്ത് രാഷ്ട്രീയ ചിത്രമാണ് ബീഹാറുമായി ബന്ധപ്പെട്ട് പുതുതായി നൽകുന്നത്? ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഒരു ആകത്തുക എന്ന നിലയിലുള്ള എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, ബീഹാറിൽ BJP ജനതാദൾ BJPയും തമ്മിലുള്ള സഖ്യത്തിലെ അവർ തമ്മിലുള്ള ഇക്വേഷൻ BJPക്ക് ഫ്ലിപ്പ് ചെയ്യുവാൻ സാധിച്ചു. BJP ആണ് ഇന്ന് ആ അലയൻസിന്റെ ലീഡർ. ഇപ്പൊ ഇലക്ഷൻ എങ്ങനെയൊക്കെ ആയി തീർന്നെന്ന് പറഞ്ഞാലും BJP ബീഹാറിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായി വരുന്നു. അപ്പോൾ അത് വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, റിലീജിയസ് ലൈനിലുള്ള ഒരു പോളറൈസേഷൻ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രധാന തെളിവ് നമുക്ക് മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇലക്ഷന്റെ അവസാന 10 ദിവസങ്ങളിൽ ഈ ബീഹാർ ക്യാമ്പയിനിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളും പ്രചാരണ ആയുധങ്ങളും ബീഹാറിലെ ഭരണ നേട്ടങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയോ ആയിരുന്നില്ല, മറിച്ച് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെയാണ് BJP മുൻപോട്ട് വയ്ക്കുന്നത്. കശ്മീരിൽ എന്ത് നടന്നു എന്നുള്ളതിനെ പറ്റിയും അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനെ പറ്റിയും ഒക്കെ ആയിരുന്നു ആ ക്യാമ്പയിൻ. അപ്പോൾ ആ ക്യാമ്പയിൻ എങ്ങനെ ഒരു ഹിന്ദു കൺസോളിഡേഷനിലേക്കുള്ള ശ്രമം നടത്തി, അതിന് OICയുടെ ഇടപെടൽ എത്രമാത്രം ഉപകരിച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാമെങ്കിൽ പോലും, OICയുടെ ബീഹാറിലെ ഇടപെടൽ ഓവറോൾ എൻറ്റയർലി ബീഹാറിന്റെ പൊളിറ്റിക്സിന്റെ മൊത്തത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വന്നിട്ടുള്ള അപ്പർ കാസ്റ്റ് വോട്ടുകളെ പറ്റി, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഈ എൻറ്റയർ ഹിന്ദി ഹാർട്ട് ലാൻഡിലെ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അപ്പർ കാസ്റ്റ് സപ്പോർട്ടാണ്. അപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അപ്പർ കാസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് BJPയുടെ അലയൻസ് പാർട്ട്നേഴ്സുമായി അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണുവാനുള്ള ഒരു ശേഷിയും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രവണതയും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് BJPയോടൊപ്പം BJP എപ്രകാരം BJPയെ ശക്തീകരിക്കത്തക്ക രീതിയിൽ ആ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് എങ്ങനെ നടന്നു എന്നതിനെ പറ്റി ഒരുപക്ഷെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ചർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇവിടെ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ മാതിരി 5, 6 അല്ലെങ്കിൽ 10 സീറ്റുകൾക്ക് NDA സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ, നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, അത് നിതീഷ് കുമാറിന്റെ ജനപ്രിയത കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈഭവം കൊണ്ടോ ആയിരിക്കുകയില്ല. അദ്ദേഹം അവിടെ ആകാൻ പോകുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജനപിന്തുണയുടെയും BJP നടത്തിയിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ എങ്ങനെയാണ് LJPയെ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഡിപ്ലോയ് ചെയ്യുകയും, ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് തന്നെ BJPയോട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരം രീതിയിലുള്ള BJPയുടെ തന്ത്രങ്ങളുടെയും രാഷ്ട്രീയ അപ്പീലിന്റെയും ഫലമായിട്ടായിരിക്കും ഈ ഒരു 4ാം തവണയും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ആ കാര്യം വളരെ